അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും നമ്മളൊരു ട്രൈ അടിക്കാൻ പോവാണ്. അതായത് നമ്മൾ മലയാളം, തമിഴ്, നമ്മൾ പാൻ ഇന്ത്യൻ പരിപാടിയെ കുറിച്ച് നമ്മൾ ഇൻ്റർനാഷണലിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ഓർഡർ കടന്നപ്പോഴൊക്കെ പരാജയമാണ്. പക്ഷെ എന്നാൽ നമ്മൾ തോൽക്കില്ല. ഇതിൽ 500 രൂപയ്ക്ക് വലിയൊരു നമ്പരാണ് അതൊക്കെ. 150 അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അതിന് മേളിൽ പോയാൽ സന്തോഷം. സോ നമ്മൾ ഒഡീസിയുടെ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നു. കാര്യം അറിയാമല്ലോ, ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്നത് എല്ലായിടത്തും അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസ്. നോളന്റെ തിരിച്ചു വരുന്ന അടി കിട്ടും. അതെ, നോളന്റെ വരവ് നോളൻ ഇങ്ങനെ എല്ലാ തവണയും വരുമല്ലോ. അതെ, ഓരോരോ പരിപാടിയായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒഡീസി ആയിട്ടാണ്. ഹോമറിൻ്റെ ഒഡീസി അല്ല, നോളൻ്റെ ഒഡീസി എന്നാണ് പറയുന്നത്. സോ നമുക്ക് ആ ഒഡീസിയുടെ ട്രെയിലർ കാണാം. ഐമാക്സിൽ കാണേണ്ട സാധനം ഇതൊക്കെ. ഈ പടം ഐമാക്സിൽ കാണണം കേട്ടോ. വോളിയുണ്ട്. വളരെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നല്ലേ ചവക്കുട്ടി. ഇത് ഇവിടെ നല്ല ലൈറ്റ്. മറ്റേ ട്രോജൻ ഹോഴ്സ്. ജയന്റ് ഓഡിസി 17/7. അയ്യോ, ഐമാക്സിൽ കാണേണ്ടതാണ്. ഐമാക്സിൽ കാണേണ്ട പടമാണിത്, അറിയാമല്ലോ. പക്ഷെ ഒരു ഫാൻറ്റസി ടച്ചുള്ള പടം. ഫാൻറ്റസിയാണ് കഥ എടുക്കാത്ത. അതെ, പുള്ളി പിടിക്കാത്തൊരു ഫാൻറ്റസി എന്നാണ് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇൻസെപ്ഷൻ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒരു സൈഫൈ ഫാൻറ്റസി എന്നൊക്കെ വേണേൽ പറയാവുന്ന. ഇൻസെപ്ഷനകത്തുണ്ടല്ലോ ആ ഒരു എലമെന്റ് അല്ലേ, ഫാൻറ്റസി എലമെന്റ് ആണല്ലോ. അപ്പം ഇത് ആക്ച്വലി ഹോമറിൻ്റെ ഒഡീസി എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു നോളൻ്റെ വേർഷനാണ്. അത് ആക്ച്വലി ഒരു എപ്പിക് ഫാൻറ്റസി റിയലിസ്റ്റിക് ആയിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇത് നോളന്റെ പടമാണോ. ചേട്ടൻ കഥ അറിയത്തില്ല എൻ്റെ ഒറിജിനൽ? ഞാൻ വായിച്ചിട്ടുണ്ട്. എലിയറ്റ് എന്തായിരുന്നു? ഹോമർ. ഇതിപ്പം ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഷേക്സ്പിയറും ഇതെല്ലാം കൂടി കഴിഞ്ഞിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നത്. ബേസിക്കലി കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഇതിൽ ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രോയ് അത് തന്നെ, ആ കഥ തന്നെ. അതിൻ്റെ ആ കഥയ്ക്ക് ശേഷമുള്ള സംഭവം പോലാണ് ഇത് കാണിക്കുന്നത്. ഹെലനോസ് പാട്ടയെ ഇപ്പറേ കൊണ്ടുവന്ന് അതിനുവേണ്ടി അപ്പുറത്തു നിന്നൊരു ടീം മൊത്തം ഇവിടെ വരുന്നു. പിന്നീട് അങ്ങനെ ഒരു കഥ പറഞ്ഞാൽ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു. ഡൺകേർക്കിൻ്റെ ഒരു വൈബ് അടിച്ചായിരുന്നു കുറച്ച്. അതിൻ്റെ ഒരു പേസിങ്ങും പരിപാടിയും അത് ബീച്ച് സെറ്റപ്പിലൊക്കെ നിന്നുകൊണ്ടാന്ന് തോന്നുന്നു. കാരണം ഇത് പുള്ളി റിയലിസ്റ്റിക്കലി ഷൂട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു പേസ് വരും. അത് നമ്മൾ എനിക്ക് പേഴ്സണലി വർക്ക് ആവാറില്ല. ഇപ്പൊ ഡൺകേർക്കിൽ തന്നെ ഒരു കുറച്ചധികം അതേ പേസിലാണ് യുദ്ധം നടക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ബട്ട് അത് ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു പേസ് ഉണ്ട്. അതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ചില പടങ്ങൾക്ക്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പോൾ ഈ ഫാൻറ്റസി എപ്പിക് ഫാൻറ്റസി പടങ്ങൾ കാണുന്ന പോലത്തെ ഒരു ആ മീറ്ററിലായിരിക്കില്ല ഈ സിനിമ. ഇത് കുറച്ചുകൂടെ ഈ റിയലിസം ഉണ്ടാവും അതിനകത്ത്. പക്ഷെ ആ റിയലിസം തന്നെ കുറച്ച് ഗ്രാൻഡ് സിനിമാറ്റിക് റിയലിസം ആണ്. കുറച്ച് ഗ്രാൻഡ് ആയിരിക്കും. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഐമാക്സ് ഫിലിമാണ്. ഐമാക്സിൽ തന്നെ കാണേണ്ട പടമാണ്. എങ്ങനെയായിരിക്കും ഐമാക്സ്? ചില മൊമെന്റ് ഒക്കെ പുള്ളി ഈ ഫാന്റസി പ്രസന്റ് സാധനം നമ്മൾ സിനിമയിൽ മറ്റേ ഗ്രാൻഡ് മ്യൂസിക് വരുന്നതിന് ഒരു നേരെ തിരിച്ച് രസമായിരിക്കും. ഈ ജൈന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് വേറെ ശബ്ദമൊന്നും കാണത്തില്ല, ചുമ്മാ വരും. ഈ കഴിഞ്ഞ ഇവിടെ ഇല്ലേ നമ്മുടെ ഓപ്പൺഹൈമർ എനിക്ക് ആക്ച്വലി കുറച്ച് മിക്സ്ഡ് ആയിരുന്നു. അതിനകത്ത്
നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു മൊമെൻ്റ് ഉണ്ട്, ഈ ബോംബ് പൊട്ടുന്ന മൊമെൻ്റ്. എനിക്ക് അതിന് മുമ്പ് ഇഷ്ടമാണ്, പിന്നെ അതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് പുള്ളി പ്രസൻറ്റ് ചെയ്യത്തില്ലേ, അതായത് പുള്ളി ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഏരിയ ഇഷ്ടമാണ്. പക്ഷേ ഈ ബോംബ് പൊട്ടിയ മൊമെൻ്റ് എനിക്ക് കുറച്ച് അണ്ടർവെൽമിങ് ആയിരുന്നു തിയേറ്ററിൽ. ഈ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം സാധാരണ സിനിമയെ കണ്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആളിരുന്ന് സങ്കടപ്പെടുന്ന, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ല, ആ ലൈനല്ലാതെ വേറൊരു ലൈൻ പ്രസൻറ്റ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഓപ്പൺ ഹൈമർ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഓക്കെ അങ്ങനെ ഒരു സംഭവമായിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര പിന്നെ കുറച്ചധികം ഈ വിക്കിപീഡിയ പേജ് വായിക്കുന്ന പോലെ പുള്ളിയുടെ ജീവിതത്തിന്റെ ഒരുപാട് അതെ കുറേ ഇത് വരും നമുക്കിങ്ങനെ ഇൻസിഡൻസസ് പുള്ളിയുടെ ലൈഫിന്റെ ഒരു. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു അതിൻ്റെ എഡിറ്റിങ്. ആ പടം കുറച്ച് സ്പീഡിൽ പോകും. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞ് ഒരുപാട് വലിഞ്ഞു പോകാതെ കുറച്ച് സ്പീഡിൽ ആ സിനിമ പോകും. അപ്പം ഞാനത് കണ്ടന്റ് വൈസ് അത്രയും പറയാം. ഒരുപാട് മുന്നേ തൊട്ട് ഒരുപാട് കഴിഞ്ഞ് വരെ പിന്നീട് ഒരു 3 സിനിമ പോലെ, അതായത് 3-ാം പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവരും മറ്റേ പുള്ളിയായിട്ടുള്ള മറ്റേ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ ചെയ്ത ക്യാരക്ടറുമായിട്ടുള്ള ആ സ്റ്റോറി ലൈൻ ഫുള്ളുണ്ട്. ഇത് എവിടെ നിർത്താൻ പോകുന്ന ഇങ്ങനെ. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ കണ്ടുകൊണ്ട് വന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു എൻഗേജിങ് ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിലും കണ്ടു തീരുമ്പോൾ നമ്മൾ ഈ സിനിമയുടെ ഒരു എന്താ പറയുക, ഇങ്ങനൊരു സിനിമ അല്ല അത്. പുള്ളിയുടെ ബാക്കി പ്രീവിയസ് പടങ്ങൾ വെച്ച് നോക്കുന്നതുകൊണ്ട് ആയിരിക്കും തോന്നുന്നു. എനിക്ക് പുള്ളിയുടെ കൂടുതൽ കൊമേഴ്ഷ്യലി പുഷ് ചെയ്യത്തില്ല. എനിക്ക് ബാറ്റ്മാന്, ഇൻസെപ്ഷൻ കുറച്ചുകൂടെ എനർജി ഉള്ള പടങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അതെ, ഈ ഓപ്പൺ ഹൈമർ, ഡൺകർക്ക് ലൈൻ ഓഫ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പടം ഇൻസെപ്ഷൻ ആണ്. പിന്നെ ഡാർക്ക് നൈറ്റ്, ഇൻറ്റർസ്റ്റെല്ലാർ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ റാങ്ക് ചെയ്യുമ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടം ഇൻസെപ്ഷൻ, പിന്നെ ഡാർക്ക് നൈറ്റ്, ഇൻറ്റർസ്റ്റെല്ലാർ, അങ്ങനെയാണ്. എനിക്ക് പുള്ളിയുടെ ഫസ്റ്റ് പടം ഭയങ്കര ഇഷ്ടമാണ്. അത് ആദ്യം ആരും സംസാരിച്ചെടുത്തില്ലാത്തതാണ്. ഏതായിരുന്നു? ഫോളോയിങ് എനിക്ക് അതിന് പേഴ്സണലി ഭയങ്കര കുഞ്ഞിപ്പടമാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറയുന്ന പോലെ മെമൻറ്റോ ആണ് ഞാൻ കണ്ട് ഞെട്ടിയ പടം ആദ്യം. മെമൻറ്റോ നമ്മൾ അന്ന് മെമൻറ്റോ കാണുന്ന സമയത്ത് ഒന്നും മനസ്സിലായില്ല, ഇങ്ങനെ കണ്ടിരുന്നു ഇതെന്താണത്. ഞാൻ ഈ ഗജിനി കണ്ടിട്ട്, ഗജിനി വേറൊരു പടത്തിൻ്റെ ഗജിനി തന്നെ നമ്മൾ ടോപ്പ് പടാമെന്ന് വിചാരിച്ചിരിക്കും, അതിൻ്റെ മേലെ വെക്കാനുണ്ടോടാ എന്ന് ചോദിച്ചുകൊണ്ട് മെമൻറ്റോ കണ്ടിട്ട് കണ്ടപ്പോൾ സഞ്ജയ് റാമസ്വാമിയും കൽപ്പനയും തമ്മിൽ ഡാൻസ് കളിക്കുന്ന സീൻ മാത്രമേ ഞാൻ അവിടെ കണ്ടിരുന്നത്. അല്ല, എനിക്ക് ഈ ഗജിനി എഴുതത്തെല്ലാം തോന്നിയില്ല. അതായത് അതിന്റെ നമുക്കൊരു നല്ല രീതിയിൽ കൊമേഴ്ഷ്യൽ മീറ്ററിലേക്ക് മാറ്റി പടമാണ്. അതായത് ഈ പടം എടുത്തിട്ട് ഇതിനെ നമ്മുടെ ഓഡിയൻസിലേക്ക് കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു വേർഷനാണ്. പക്ഷേ മെമൻറ്റോ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വൈസ് ഈ പറയുന്ന പോലെ ഡിസ്കഷൻ ചെയ്യാൻ പറ്റിയ ഭയങ്കര ഒരു കോൺസെപ്റ്റാണ്. അതെ, അത് കുറച്ച് ഭ്രാന്ത് പിടിക്കും. ഞാൻ 2-3 വട്ടം കോൺസെപ്റ്റ് പടങ്ങൾ ഇഷ്ടമാണ്. ഈ പടത്തിന്റെ USP എന്ന് പറയുന്നത് അതിന്റെ കോൺസെപ്റ്റാണ്. ഈ കഥ പ്രസന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റാണ്. ഇതിന് മേലെ ആ കഥ ബെസ്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന ലൈനിലാണ് അതിന്റെ സ്ക്രിപ്റ്റിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് ഭയങ്കര പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഭയങ്കര രസമാണ്. എനിക്ക് പുള്ളി എല്ലാവരും പറഞ്ഞ പോലെ ഇൻറ്റർസ്റ്റെല്ലർ പുള്ളിയുടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പടം ഒരിക്കലല്ല. ഇൻറ്റർസ്റ്റെല്ലർ കോംപ്ലിക്കേറ്റഡ് പടമാണെന്ന് പറയുന്നത് പുള്ളി ഇമോഷണൽ ലൈൻ പുഷ് ചെയ്തൊരു പടം. പുള്ളിക്ക് അതുവരെ ഭയങ്കര ഒരിതുണ്ട് പുള്ളിയുടെ പടത്തിൽ ഇമോഷൻ. അത് തന്നെ ഇപ്പോൾ ഇൻസെപ്ഷൻ എടുത്താലും നമുക്ക് ആ പടത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷനേക്കാൾ കൂടുതൽ നമ്മൾ ആ പടത്തിന്റെ കൺസെപ്റ്റിനകത്ത് കുറച്ച് ഇൻവോൾവ് ആയിട്ട് ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. എല്ലാ പടത്തിലും ഒരു ഇമോഷണൽ എലമെന്റ് ഉണ്ട്, ബട്ട് അത് അത്ര സ്ട്രോങ് ആണ്. ഇൻസെപ്ഷനകത്ത് ഉണ്ട്, പക്ഷേ ഇൻസെപ്ഷനകത്ത് നമ്മൾ കുറച്ചുകൂടെ അതിന്റെ കൺസെപ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഈ ഇൻഡസ്ട്രിയിലാണ് ഈ അച്ഛൻ മകൾ എലമെന്റിൽ ഇങ്ങനെ പുള്ളി ഒരു ചെറിയ ഇമോഷൻ എടുത്തിട്ട് അത് നമ്മളെ ഇമോഷൻ പൊതുവേ അത് വെച്ച് പുതുതായിട്ടൊന്നും ചെയ്യാനില്ല പുള്ളിക്ക്. ഇപ്പോൾ പുള്ളി ആ ഒരു ഇമോഷൻ എടുത്തിട്ട് ഈ കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ കേട്ടില്ലാത്ത സാധനം കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധ അങ്ങോട്ട് ചാടിപ്പോകും. അതിലും കുറച്ച് ആളുകൾക്ക് ഒരു ഭിന്നാഭിപ്രായമുള്ള ടെനറ്റിലാണ്. ടെനറ്റാണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഐമാക്സിൽ കാണുന്ന പടം. ടെനറ്റ് ഞാൻ ടെനറ്റ് അവതാർ ചെയ്ത അവതാർ സെക്കൻഡ് പാർട്ട്. ഞാൻ ടെനറ്റ് ആക്ച്വലി അത് അന്ന് നമ്മുടെ കേരളത്തിൽ റിലീസില്ല, തമിഴ്നാട്ടിൽ മറ്റേ ഫോറം, ചെന്നൈയിൽ ഫോറത്തിൽ അവിടെ പോയി അവിടെയായിരുന്നു ഇത് ടെനറ്റ് കണ്ടത്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഐമാക്സ് എന്ന് പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഐമാക്സ് തിയേറ്ററിൽ കാണുമ്പോൾ എന്താണ് ഐമാക്സിൻ്റെ പരിപാടി എന്ന് അറിയണമല്ലോ, അത് കണ്ടാണ്. പക്ഷേ അത് തമാശയെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടെനറ്റ് നേരത്തെ കണ്ടു. കാര്യം ടെനറ്റ് ഡിജിറ്റലി അതിൻ്റെ പ്രിൻ്റ് അവൈലബിൾ ആയിരുന്നു ആ സമയത്ത്. കാരണം കൊറോണ ആയതുകൊണ്ട് ഇതിന് റിലീസിന് കുറച്ച് ഇതുണ്ടായിരുന്നു. അവിടെ അത് റിലീസ് ചെയ്തത് കഴിഞ്ഞാൽ പിന്നീട് റിലീസൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഡിജിറ്റലി കുറച്ച് പ്രിൻ്റ് കിട്ടി. ഞാൻ ഓൾറെഡി പടം കണ്ട് ആ പടം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടാണ് ഞാൻ ഐമാക്സിൽ വന്നത്. കാരണം എനിക്ക് ഐമാക്സിൽ പോയിരുന്ന് പടം കണ്ട് പടവും മനസ്സിലായില്ല, ഐമാക്സ് എക്സ്പീരിയൻസും മോശമാകാൻ പാടില്ല. അപ്പോൾ എനിക്ക് ജസ്റ്റ് പടം കണ്ടാൽ മതി.
എന്നുള്ള ലൈനിലാണ് ഞാൻ ഐമാക്സിൽ പോയി ആ പടം കണ്ടത്. പുള്ളിയുടെ പടങ്ങളാണ് പൊതുവെ പറയുന്നത് നീ സ്റ്റഡി ക്ലാസ്സിന് വന്നില്ല. പക്ഷേ എനിക്ക് ബേസിക്കലി ഇൻട്രസ്റ്റെല്ലർ കണ്ടപ്പോൾ എനിക്ക് അത്രയും പ്രശ്നം തോന്നില്ല. കാര്യം എനിക്ക് ആദ്യ കാര്യം തന്നെ എനിക്ക് അതൊരു മെജോറിറ്റി സംഭവം കിട്ടി. പിന്നെ അവിടെ ഇവിടെയും ഉള്ള കുറേ സംഭവങ്ങൾ മാത്രം. അപ്പോൾ അതിനകത്ത് കുറച്ച് ആളുകൾ കൺഫ്യൂഷൻ തോന്നുമ്പോൾ ആ ടെസറാക്ട് സീക്വൻസിൽ ഈ അങ്ങനെ കുറെ സംഭവങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ, പക്ഷെ അതുവരെ വളരെ ക്ലാരിറ്റി, അതെ ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് പോയത്. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞത് എന്തെങ്കിലും കണ്ടാൽ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനല്ല, അങ്ങനെ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയ പടം ഇൻസെപ്ഷനും മെമൻറ്റോ ആണ് കൺസെപ്റ്റ്. ഈ പറഞ്ഞ കൺഫ്യൂഷന്റെ കാര്യത്തിൽ മറ്റേ ടോപ്പ് പടം. എല്ലാത്തിലും ഈ പറയുന്ന പോലെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഗുണമുണ്ട്. നമ്മൾ ഒഡീസിയെ പറ്റി പറഞ്ഞു വന്നതാണ്, നമുക്ക് പോയി നോളനെ പറ്റി ഒരു ചരിത്രം തന്നെ പറയുകയാണ് നമ്മൾ. അത് നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഡൺകർക്കിൽ ഇതുപോലൊരു സാധനമുണ്ട്, അത്ര സ്ട്രോങ് അല്ല. അതായത് അത് അതിന്റെ ഇതുണ്ട്, ഒരാളുടെ സീക്വൻസ് 1 hour ആണ്, മറ്റേത് ഒരാഴ്ച, അങ്ങനെ ഒരു ദിവസം 1 week ടൈം വെച്ചിട്ട് 1 hour. അത് അതിന്റെ എഡിറ്റ് അതിങ്ങനെ പാരലി കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ്. അതാണ് എഡിറ്റ്. ഇപ്പോൾ ഈ സിനിമ തന്നെ നമ്മൾ കാണുമ്പോൾ ഈ എപ്പിക് പടം നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു മീറ്ററിലായിരിക്കില്ല ഇതിന്റെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ മ്യൂസിക് ഭയങ്കരമായിട്ട് സിനിമയെ പലർക്കും എഡിറ്റിംഗിൽ ഈ സ്പീഡിൽ കട്ട് ചെയ്യുക എന്നതിലുപരി ഒരു പടത്തിന്റെ ഓവറോൾ പേസിങ് എഡിറ്റിംഗ് എന്ത് അതിനകത്ത് കൊണ്ടുവരാന്നുള്ളതിന്റെ ഒരു എടുത്ത് പഠിക്കേണ്ട മാസ്റ്റർ ക്ലാസ് ആണ് പുള്ളിയുടെ പടങ്ങൾ. ഇപ്പം ഡാർക്ക് നൈറ്റ് എടുത്ത് കണ്ടു നോക്കിയാൽ മതി, ഭയങ്കര രസമാണ്. ഡാർക്ക് നൈറ്റിന്റെ അതിന്റെ ഫ്ലോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ ആ പടം ഫൈനൽ സീക്വൻസിലെ ഒരു ക്രഷൻഡോ സീക്വൻസ് ഭയങ്കര, അതുമാത്രമല്ല അതിൽ മറ്റേ ആ പടം മ്യൂസിക് ഇല്ലാതെ കണ്ടു നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിൻ്റെ എഡിറ്റ് പോണത് നമ്മൾക്കിങ്ങനെ അറിയാൻ പറ്റും. അത് ഒരു എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡാർക്ക് നൈറ്റ് വിത്തൗട്ട് മ്യൂസിക്കിൽ പടം കണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കണ്ടവർ ആ പടം വിത്തൗട്ട് മ്യൂസിക്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കും, കുറച്ച് പഠിക്കാൻ പറ്റും. ആദ്യം മ്യൂസിക് കിട്ടിയിട്ടാണോ ഈ സീക്വൻസ് കട്ട് ചെയ്യുന്നത്, അമ്മാതിരി ഫ്ലോയാ. അതെ. അപ്പോൾ നമ്മൾ ഒഡീസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി ഈ പടം നമ്മൾ ഐമാക്സിൽ കാണുന്നതായിരിക്കും. 1 വർഷം മുമ്പേ ട്രെയിലറും ടീസറും റിലീസ് ചെയ്യുന്ന ആളുകൾ ഒരാളാണ്. അതെ.